സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാരിയ ജോസഫിനുള്ള മറുപടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മാരിയോയ്ക്ക് മറുപടിയായി പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മാരിയോയുടെ കുടുംബത്തെപ്പറ്റി പറഞ്ഞു എന്നാണ് മാരിയോ പറയുന്നത്. അല്ലയോ മാരിയോ, ഞാൻ താങ്കളുടെ കുടുംബത്തെപ്പറ്റിയോ താങ്കളുടെ വൈഫിനെ പറ്റിയോ മക്കളെ പറ്റിയോ ഒന്നും ഞാനിവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ താങ്കൾക്കത് തെളിയിക്കാവുന്നതാണ്. ഇതാണ് മാരിയോ എഴുതിയിട്ടിരിക്കുന്ന കമൻറ്റ്. ഇത് ഒരു അജീഷ് കെ ജോസഫാണ്. അയാൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു, അതും എൻ്റെ കുടുംബത്തിനെതിരെ. അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയെക്കുറിച്ച് തേടി, പക്ഷെ ഗൂഗിൾ ഒരറിവും തന്നില്ല. നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ ഇയാളുടെ കുടുംബത്തെക്കുറിച്ച്? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ബാക്കി പറയാം. അപ്പോൾ ആ കമൻറ്റിന് ഏതോ ഒരാൾ ഉണ്ട്. മാരിയോ ജോസഫ് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, മാരിയോ, ഞാൻ എവിടെയാണ് മാരിയോ താങ്കളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞത്? വീഡിയോ, കഴിഞ്ഞ എപ്പിസോഡ് വീഡിയോ കണ്ടിട്ടുള്ളവർ പറയുക. അത് അവിടെ കമൻറ്റ് എഴുതിയിട്ടാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മാരിയ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഗൂഗിളിൽ കയറി നോക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് അത് അദ്ദേഹം ഗൂഗിളിൽ കയറി നോക്കിയത് ദേ ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൽ വന്നിട്ട് ഇയാൾക്ക് കുടുംബമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുടുംബമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നു. അതിപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു ഇത് ആരാ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ മാരിയോ കയറി നോക്കിയത് കണ്ടല്ലോ. അപ്പോൾ മാരിയോ കയറി നോക്കിയിട്ട് സെർച്ച് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? അതേ ഇങ്ങനെയാണ്, വൈഫ് ഓഫ് അജീഷ് കെ ജോസഫ് ഇൻ മല MALA വരെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം ഇങ്ങനെയുള്ളൊരു സ്ക്രീൻഷോട്ട് നോക്കിയിരിക്കുകയാണ്. അതിപ്പോൾ അത് എന്നിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിങ്ങനെ ഒട്ടിച്ച് ഒരുമിച്ച് കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇനി മാരിയോ ജോസഫിനോട് ഒരു കാര്യം പറയാം. മാരിയോ ജോസഫെ, ആ അജീഷ് അല്ല ഈ അജീഷ്. അത് പാസ്റ്റർ അജീഷ് കെ മാത്യു ആണ്. അല്ല മാരിയോ, ഞാൻ താങ്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ പറഞ്ഞ ആ വിഷയത്തിന് ഞാൻ മറുപടി പറഞ്ഞതിന് എന്തിനാണ് സുഹൃത്തെ എൻ്റെ ഭാര്യനെ നോക്കി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്? അത് വളരെ മോശമായി പോയില്ലേ? ഞാൻ പറഞ്ഞ ആശയത്തിനെ താങ്കൾ ആശയം കൊണ്ടായിരുന്നു നേരിടേണ്ടത്, അല്ലാതെ എൻ്റെ ഭാര്യ ആരാണെന്നറിയാൻ താങ്കൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയല്ല വേണ്ടത്. ഇനി ഞാനൊരു ബുദ്ധി താങ്കൾക്ക് ഉപദേശിച്ചു തരാം. ലോകത്തുള്ള ഏത് പുരുഷൻ്റെയും വിവാഹം കഴിഞ്ഞവരെ ഭർത്താവ് എന്ന് പറയുമല്ലോ, ഏത് ഭർത്താവിൻ്റെയും ഭാര്യനെ നോക്കി ഗൂഗിളിലേക്കല്ല പോകേണ്ടത്, ആ ഭർത്താവിനോടാണ് ചോദിക്കേണ്ടത് താങ്കളുടെ ഭാര്യ ആരാണ്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ താങ്കൾക്ക് ബുദ്ധി ഉപദേശിക്കാം. ലോകത്ത് വിവാഹം കഴിഞ്ഞ ഏത് ഭർത്താവിൻ്റെയും ഭാര്യ ആരാണെന്ന് നോക്കി ഗൂഗിളിലേക്കല്ല പോകേണ്ടത്, ആ ഭർത്താവിനോടാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ വിവാഹം കഴിച്ചാണ്. എൻ്റെ വിവാഹം 2010 കഴിഞ്ഞാണ്. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. പോരെ? എൻ്റെ കുടുംബം ഇപ്പം മനസ്സിലായല്ലോ. ഇനി മാരിയോടൊരു കാര്യം ചോദിച്ചോട്ടെ. മാരിയെ, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും താങ്കൾ നിൽക്കുന്ന സഭയുടേതായിട്ടുള്ള കാര്യത്തിലുമാണ് ഞാൻ താങ്കൾക്ക് മറുപടി തന്നത്. ആ മറുപടി തന്ന എൻ്റെ ഭാര്യനെ അന്വേഷിച്ച് താങ്കൾ ഗൂഗിളിലേക്ക് പോയപ്പോൾ മറ്റൊരാളുടെ ഭാര്യയെ അന്വേഷിച്ച് പോകുന്നത് തെറ്റല്ലേ മാരിയോ? ആശയത്തെ ആശയം കൊണ്ടല്ലേ നേരിടേണ്ടത്, അല്ലാതെ ഭാര്യനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ എന്നെ കേട്ട പ്രേക്ഷകരോട് പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിന് മറുപടി കൊടുത്തതിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൽ നിന്ന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ മറുപടിക്കോ അല്ലെങ്കിൽ ആ പറഞ്ഞതിനോ അദ്ദേഹം അത് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ട് ആ പോസ്റ്റ് എഴുതിയിട്ടത്, ആ സ്ക്രീൻഷോട്ടല്ല ഒട്ടിച്ചത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഭാര്യനെ അന്വേഷിച്ചു പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു രീതി എന്താണെന്ന്, ഇദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഞാനതിന് ഒന്നും പറയുന്നില്ല. ഇനി മാരിയോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിൽ മറുപടി കൊടുത്തു. 3 കാര്യങ്ങളാണ് ഇസ്ലാമാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, വിവാഹത്തിലൂടെ സുരക്ഷിതത്വവും സമാധാനവും ലഭിക്കുമെന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായ സെക്സ്, അതും ഇസ്ലാമാണ് തന്നതെന്നാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. കൂടുതൽ കിളിയായിരിക്കും.
അവനെവിടെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവനെവിടെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2, സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഒരുപാടുണ്ട്. മാരിയോ, സുരക്ഷിതമായ സെക്സ് ഇസ്ലാമിൻ്റെ സംഭാവനയാണല്ലേ? അല്ല മാരിയോ, ഈ ഇസ്ലാം മുഹമ്മദിലൂടെ വരുന്നതിന് മുമ്പ് സെക്സിൽ സുരക്ഷിതത്വം ഒന്നും ഇല്ലായിരുന്നോ? വിശുദ്ധ വേദപുസ്തകം ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഏക ഭാര്യയുടെ ഭർത്താവും ഏക ഭർത്താവിൻ്റെ ഭാര്യയായിട്ടൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിനും സുരക്ഷിതമായ ജീവിതത്തിനും ഒക്കെ ഉള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ പട്ടിയും പന്നിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുട്ടിയെ ഉണ്ടായാൽ അതിനെയും മസ്ജിദിലെ ഇമാമായിട്ട് നിർത്താം എന്ന് പറയുന്ന നിയമം ഉള്ള ആ ഇസ്ലാമിൽ എന്ത് സുരക്ഷിതമാണ് മാരിയോ കണ്ടത്? മാരിയോ എന്ത് സുരക്ഷിതമാണ് കണ്ടത്? മാരിയോ, ഇങ്ങനെ ഒന്നും അറിയാത്ത കുട്ടികളെ മുമ്പിലേക്ക് കിട്ടുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന വിഷത്തിനെ ഇങ്ങനെ നേരിട്ടല്ലാതെ ഇങ്ങനെ പഠിപ്പിക്കലിലൂടെ താങ്കൾ നടത്തുന്ന ധ്യാനത്തിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ ഉള്ളിൽ നിങ്ങൾ നടത്തുന്ന ധ്യാനത്തിൻ്റെ കാര്യമാണോ അതോ പുതിയതായിട്ട് കിട്ടിയ പുതിയൊരാശയമാണോ ഉണർന്നു വരുന്നത്? അതുകൊണ്ട് താങ്കൾ ഇത്തരം പരിപാടി, താങ്കൾ സുവിശേഷം പറയൂ. ധ്യാനം നടത്തുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അവിടെ ഒന്നും മറ്റുള്ളതുമില്ല. അവിടെ കടന്നു വരുന്നവർക്ക് ഇപ്പം ദമ്പതി ധ്യാനമാണോ, ആ ദമ്പതി ധ്യാനത്തിന് ആവശ്യമായ കാര്യം കൊടുക്കും. വിദ്യാഭ്യാസം തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ SLC വിഷയം അല്ലെങ്കിൽ പരീക്ഷാ സമയം, ഈ സമയങ്ങളിലെല്ലാം പല സ്ഥലത്തും ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഭയപ്പാടിനെ മാറ്റാനൊക്കെ. അത്തരം മനുഷ്യർക്ക് പ്രയോജനകരമായിട്ടുള്ളത് ഇടുക, അല്ലാതെ ഇത്തരം സാധനങ്ങളെ പുതിയതായിട്ട് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിക്കുന്ന പരിപാടി മാരിയോ ചെയ്യരുതേ കേട്ടോ. ഇത് താങ്കൾ തന്നെയാണ് താങ്കളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും ഇത്രയും ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് താങ്കൾ തന്നെയാണ്, അല്ലാതെ ഞാനല്ല. അതിപ്പോൾ ഇത്രയും ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് അനേകരിലേക്ക് ഇത് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിലാണ് സുരക്ഷിതമായ സെക്സ്, ഇസ്ലാമിലാണ് സുരക്ഷിതമായ വിവാഹം, ഇസ്ലാമാണ് സുരക്ഷിതമായിട്ടുള്ള മക്കൾ, ഇന്നുള്ള വിഷയങ്ങൾ അനേകരിലേക്ക് അവരിപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ മക്കളെ എങ്ങനെ വളർത്തണം, ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, വിശുദ്ധ വിവാഹം എന്ന ഉടമ്പടി എങ്ങനെ ആയിരിക്കണം, അതിലൂടെ ലൈംഗികത എങ്ങനെ ആയിരിക്കും, ഇതെല്ലാം മാരിയോ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ഇസ്ലാം എന്തോ കൊണ്ടേ തന്നതാണോ മാരിയോ പറയുന്നത്? എന്ത് അസംബന്ധമാണ് മാരിയോ താങ്കൾ പറയുന്നത്? അതുപോലെ താങ്കൾ തന്നെ നിൽക്കുന്ന കാത്തലിക് ആ മേഖലയിലുള്ള അവിടുത്തെ വിവാഹ ജീവിതം കഴിഞ്ഞവരുടെ ഇടയിൽ സുരക്ഷിതമല്ലാതാണോ പറയുന്നത്? ബൈബിൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ തുടങ്ങുന്നു കുടുംബം. മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കുടുംബം എന്ന് പറയുന്നതിനെ പറ്റി തുടങ്ങുക. അവിടെ പറയുന്നത് എന്താ അറിയോ? അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം വെച്ച് പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഉൽപ്പത്തി പുസ്തകം 2:18 മുതൽ 24 വരെയുള്ള ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു കുടുംബം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ദൈവം ഒരുക്കിയ ഒരു സംവിധാനത്തിലാണോ ഇസ്ലാമിൻ്റെ കുടുംബജീവിതം തുടങ്ങുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് കാമം ഉണർന്നപ്പോഴാണ് ഇസ്ലാമിൽ എന്ത് ചെയ്യുന്നത്? കുടുംബജീവിതം തുടങ്ങുന്നത്. മനസ്സിലായോ? മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ, സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ കാമം ഉണർന്നപ്പോഴാണ് ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകനെന്ന് വിശ്വസിക്കുന്ന, ആദ്യത്തെ മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന ആദം നബി ആ പെണ്ണിനെ കണ്ട്
കാമം മല കയറിയപ്പോഴാണ് പിടിക്കാൻ പോയത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിൽ വിവാഹം തുടങ്ങുക. അത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നോക്കിയാൽ കാണാം. മരിയ ദിവസം ഞാൻ ഒരു കാര്യം പറ്റേ, ഒരുമിച്ചുള്ള ജീവിതം ഒരാൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നത്, തമ്മിലുള്ള ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, പരസ്പര സംസാരം, ചിന്തകളും വികാരങ്ങളും പങ്കുവെക്കുന്നത്, പൊതുപദ്ധതികൾ, ജോലി, കുട്ടികളെ വളർത്തുന്നത്, സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്, നിശബ്ദ സ്നേഹപ്രകടനങ്ങൾ, ദാമ്പത്യ ബന്ധം എന്നിവയാണ് സാധാരണയായി വിവാഹ ജീവിതത്തിലുള്ളത്. ശരിയാണല്ലോ? ശരിയല്ലേ? കാരണം ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയാണ്, ഒരാൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുകയാണ്, തമ്മിലുള്ള ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഇസ്ലാം വരുന്നതിന് മുമ്പേ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെ വായിച്ചാൽ, അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. മാരിയോ, എത്ര മനോഹരമായ രീതിയിലാണ് ഇരുവരും ഒരു ദേഹമായി തീരും എന്നെഴുതിയിരിക്കുന്നത്. ഇസ്ലാമിൽ 2 ഇണകളല്ലേ? 2 സുരക്ഷിതമായ സെക്സ് ഇസ്ലാം പഠിപ്പിച്ചതാണല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇണയ്ക്ക് മറ്റേ ഇണയോട് താല്പര്യമില്ലെങ്കിൽ മറ്റുള്ള ഇണകളെ അന്വേഷിച്ചു പോവാം. ഇവിടെ തക്ക തുണയല്ലേ? പിന്നെ സഭാപിതാവായ തെർത്തുല്യൻ തൻ്റെ ഭാര്യയ്ക്ക് എഴുതിയ ഉക്സോറൻ എന്ന കത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു പ്രതീക്ഷയോടെ, ഒരു ആഗ്രഹത്തോടെ, ഒരു വഴിയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ദാനം ചെയ്യുന്ന ഒരു ശരീരമായി തീരുന്ന ഈ വിവാഹ ജീവിതം മനോഹരമാണെന്നാണ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. സഭാപിതാവായ തെർത്തുല്യം പറഞ്ഞതാണ്. ഒരു പ്രതീക്ഷയോടെ, 2 പേർക്കും ഒരു പ്രതീക്ഷയേ ഉള്ളൂ. എനിക്ക് തക്ക തുണയാണ് ഈ ഭർത്താവ്, തക്ക തുണയാണ് ഈ ഭാര്യ. ഒരാഗ്രഹത്തോടെ ഈ ഭൂമിയിൽ ദൈവഹിതമായി ജീവിക്കുക, ഒരു വഴിയിലൂടെ, ക്രിസ്തു എന്ന വഴിയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ആ ദൈവത്തെ ആരാധിക്കുന്ന, ആ ദൈവസന്നിധിയിൽ മക്കൾക്കും സഭയ്ക്കും എല്ലാവർക്കും വേണ്ടി ഉപവസിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കുന്ന, ആ സദൃശവാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാം. ദാനം ചെയ്യുന്ന, ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളൊക്കെ പറയുന്ന കണക്ക് ദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലൊന്നുമല്ല. ദാനം ചെയ്യുക, ഇല്ലാത്തവന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, പാർപ്പിടം എന്നത് കൊടുക്കുക. ഒരു ശരീരമായി തീരുന്ന, ഭാര്യയും ഭർത്താവ് ഒരു ശരീരമായി തീരുന്ന ഈ വിവാഹ ജീവിതം വളരെ മനോഹരമാണെന്നാണ് തെർത്തുല്യം പറയുന്നത്. മാരിയോ, സഭാപിതാവായി തെർത്തുല്യം പറഞ്ഞതെങ്കിലും ശരിവെക്കുന്നുണ്ടോ? ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി CCC പറയുന്നത് എന്താ അറിയോ? ദാമ്പത്യ സ്നേഹത്തിന് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും ജന്മവാസനയുടെയും ആകർഷണം, വികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി, ആത്മാവിൻ്റെ ഇച്ഛയുടെ അഭിലാഷം എന്നിവ ഉൾച്ചേരുന്ന ഒരു സാർവത്രിക മാനമുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ ഐക്യത്തിനപ്പുറം ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിലുള്ള ആഴമായ ഐക്യം അത് ലഭ്യമാക്കുന്നു. നിർവിശങ്കമായ ആത്മദാനം സാധ്യമാക്കുന്ന അഭിജാത്യതയും വിശ്വസ്തതയും അത്യാവശ്യപ്പെടുകയും ഫലപുഷ്ടിക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ സ്വാഭാവികമായ ദാമ്പത്യ സ്നേഹത്തിൻ്റെ സഹജമായ സവിശേഷതകളെല്ലാം അതിലുണ്ട്. പക്ഷെ അവയ്ക്ക് പുതിയൊരു മാനം കൈവരുന്നു. അത് അവയെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും മാത്രമല്ല, സവിശേഷങ്ങളായ ക്രൈസ്തവ മൂല്യങ്ങളുടെ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത് മുഴുവനും അടിസ്ഥാനത്തിലും CCCയുടെ അടിസ്ഥാനത്തിലും സഭാപിതാവായ അദ്ദേഹത്തിൻ്റെയും ഒക്കെ തെർത്തുല്യൻ്റെ ഒക്കെ വാക്കുകളാണ്. എന്നാൽ ഇനി ഇസ്ലാമിൻ്റെ സെക്സിൽ അവർ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും പറയാൻ പോയാൽ ചിലപ്പോൾ യൂട്യൂബ് തന്നെ അടിച്ചു പോകും. മനസ്സിലായോ? യൂട്യൂബ് തന്നെ ഇല്ലാതായി പോകും. ഇസ്ലാമിൽ അവർ സുരക്ഷിതമായിട്ടുള്ളതാണ് സെക്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് അടിച്ചു പോകും എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തട്ടെ. ഇനി മാരിയോ പറഞ്ഞല്ലോ സുരക്ഷിതമായ സെക്സ് അവരിലാണ്. അല്ലയോ മാരിയോ? അവരുടെ പുസ്തകങ്ങളൊക്കെ താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം താങ്കൾ എവിടെയോ മൗലവിയൊക്കെ ആയിരുന്നെന്നാണ് പറയുന്നത്.
മുസ്ലിങ്ങൾ പലരും താങ്കളോട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് ഇത് പഠിച്ചത്, എവിടെ ആയിരുന്നു താങ്കൾക്ക് മൗലവി പട്ടം തന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ അത് നാളുകളായിട്ട് ചോദിച്ചിട്ടും താങ്കൾ അതിന് മറുപടി കൊടുത്തിട്ടില്ല. എന്ത് ആയിക്കോട്ടെ, ഇവിടെ അവരുടെ ചില പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് നോക്കാം. ചാരിത്രശുദ്ധി, സന്താനലബ്ധി തുടങ്ങിയ സതുദ്ദേശങ്ങളോടെ അനുവദനീയമായ മരുന്നുകൾ ഉപയോഗിച്ച് സംഭോഗത്തിന് ശേഷി കൂട്ടൽ നല്ലതിനുള്ള മാർഗമെന്ന നിലയിൽ അനുവദനീയമാണെന്നാണ് വ്യക്തമായ വീക്ഷണം. ശൈഖുന പറഞ്ഞതാണിത്, ഞാൻ പറഞ്ഞതല്ല, ശൈഖുന പറഞ്ഞതാണ്. അത് പുസ്തകത്തിലായപ്പോൾ ഞാൻ എടുത്ത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സുരക്ഷിതമായ സെക്സ് എന്നാണ് പറയുന്നത്. എന്ത് കണ്ട മരുന്നൊക്കെ അടിച്ചിട്ട് സംഭോഗത്തിന് ശേഷി കൂട്ടാന്ന്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണോ ഈ ക്രൈസ്തവ നിങ്ങളുടെ സഭയിൽ, കാരണം ഇദ്ദേഹം കൂടുതലായിട്ട് കത്തോലിക്ക സഭയിലാണല്ലോ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സഭകളിലേക്ക് ആ വിവാഹം കഴിച്ചു വിട്ടവരുടെ അടുത്തേക്ക് ഇവർ പഠിപ്പിക്കുന്ന സുരക്ഷിതമായ സെക്സിന് ഈ മരുന്ന് പഠിച്ചുകൊണ്ട് ചെല്ലാമെന്നാണോ മാരിയ പറയുന്നത്? ഇങ്ങനെയാണോ മാരിയ പറഞ്ഞത്? അപ്പോൾ ഇസ്ലാമിൽ ഉത്തേജക മരുന്നും അടിച്ച് ചെല്ലുന്നതൊന്നും ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഉത്തേജക മരുന്നും അടിച്ചുകൊണ്ട് ക്രൈസ്തവ സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ പറയുന്നത്? ഇനി ഇസ്ലാമിൽ സുരക്ഷിതമായ സെക്സിനെ അനുകരിക്കുന്നത്, ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അവരുടെ ചര്യ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ചര്യയാണ്. ആ മുഹമ്മദിൻ്റെ ചര്യ അനുസരിച്ചാണല്ലോ മുസ്ലിം ജീവിക്കുന്നത്. ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്, തലയെ കെട്ടുന്നത്, മീശ പഠിച്ചിട്ട് താടി മാത്രം വളർത്തുന്നത്, നരയാണിക്ക് മുകളിൽ പാൻ്റ് ഇടുന്നത്, പുക്കിളിന് മുകളിൽ മുണ്ടെടുക്കുന്നത് എന്ന് വേണ്ട, താടി നീട്ടി വളർത്തുന്നത്, അവനെ ഇടത്തോട്ട് നോക്കുന്നത്, വലത്തോട്ട് തുപ്പുന്നത് എന്ന് വേണ്ട സകലതും മുഹമ്മദ് കാണിച്ചു കൊടുത്തതാണ്. സകലതും മുഹമ്മദ് കാണിച്ചു കൊടുത്ത ചര്യയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പറയട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പറയട്ടെ, ഇതൊന്നും മുഹമ്മദ് കാണിച്ചു തന്നിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ മുഹമ്മദ് ഒന്നും കാണിച്ചു തന്നിട്ടില്ല, ഞങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ ചെയ്തതാണ്. അല്ല, അത് ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസി ആകേണ്ടത് പോലും മുഹമ്മദിൽ നിന്നാണ്, അല്ലാതെ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടല്ല. അപ്പോൾ മുഹമ്മദിൻ്റെ ചില ചര്യകൾ നമുക്കൊന്ന് പഠിപ്പിച്ചു. ഇതാണോ മാരിയോ ജോസഫേ താങ്കൾ ഉദ്ദേശിച്ചതെന്നൊന്ന് പറയണേ. 33:50 പറയണം, അള്ളാഹു നിനക്ക് അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പൃഥിവ്യന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. സത്യവിശ്വാസിനികളായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാവുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ സുരക്ഷിതമായ സെക്സ് ഇസ്ലാമാണ് തന്നതെന്ന് പറയുമ്പോൾ, ഇസ്ലാമാണ് നമുക്ക് തന്നതെന്ന് പറയും, ഇസ്ലാമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളോടൊക്കെ സെക്സിൽ പെടത്തില്ലേ? പൃഥിവ്യൻ്റെ പുത്രിമാർ, പിതൃ സഹോദരിയുടെ പുത്രിമാർ, അമ്മാവൻ്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ, ഇതെല്ലാം മുഹമ്മദിന് വിവാഹം ചെയ്യാമെന്ന് പറയുമ്പോൾ മാരി എന്താണ് ഉദ്ദേശിക്കുന്നത്? ബഹുഭാര്യത്വമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയും ബഹുഭാര്യത്വത്തിലേക്ക് ഇവിടെ ഉള്ളവരെ പറഞ്ഞു വിടുകയാണോ? അല്ലയോ മാരിയോ, എന്ത് സുരക്ഷിതത്വമാണ് മാരിയോ ഇതിലുള്ളത്? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ യേശു ഈസ ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ വലിയ സംഭവം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ. അതിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാരിയോ വലിയ അപകടമാണ് താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഈ പതുക്കെ ഈ ഇസ്ലാമാണ് പലതും തന്നത്, ഇസ്ലാമിലാണ് മാതാപിതാക്കൾ സ്നേഹിക്കാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ താങ്കൾ ആരെയാണ് ഉയർത്തുന്നത്? ആരെയാണ് ഉയർത്തുന്നത്? ഇനി ഒരു കന്യയെ വിവാഹം ചെയ്താൽ മുഹമ്മദ് അവളുടെ അടുക്കൽ 7 ദിവസം താമസിക്കും, വിധവയാണെങ്കിൽ 3 ദിവസവും. ഇതായിരുന്നു മുഹമ്മദിൻ്റെ നടപടികൾ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എവിടെയാണ് മാരിയോ സുരക്ഷിതമായ സെക്സ്? അരസ് പറയുന്നു തിരുമേനി ഒരു കന്യകയെ വിവാഹം ചെയ്താൽ അവളുടെ അടുക്കൽ 7 ദിവസം താമസിക്കും, വിധവയാണെങ്കിൽ 3 ദിവസവും. ഇതായിരുന്നു തിരുമേനിയുടെ നടപടി. ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തിരുമേനി ഇങ്ങനെ ചെയ്യാൻ അരുളിയെന്ന് എനിക്ക് പറയാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. അല്ല മാരി, ഇതെന്താണ് മാരി ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമാണ് ഇത് തന്നതെന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ പഠിപ്പീരുകൾ സാധാരണപ്പെട്ട ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ ഉള്ളിലേക്ക് ഇത് ഇട്ടു കൊടുക്കുകയാണോ?
അച്ഛന്മാരുടെ ഉള്ളിലേക്ക്, കന്യാസ്ത്രീമാരുടെ ഉള്ളിലേക്ക്, അതുപോലെ അവിടെ താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന ഏകദേശം പ്രായത്തിനോടൊക്കെ അടുത്തു വരുന്ന കൊച്ചു കുട്ടികളുടെ ഉള്ളിലേക്ക് ഇസ്ലാം എന്തോ വലിയ സംഭവമാണെന്ന് ഇട്ടുകൊടുക്കുകയാണോ മാരിയോ ചെയ്യുന്നത്? അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ലതായ ജീവിതം അങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇത്തരം കാര്യങ്ങളല്ല മാരിയോ. മനസ്സിലായോ? ഇസ്ലാമിനെ പറ്റി താങ്കൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഇസ്ലാമിൻ്റെ പഠിപ്പീരെന്താന്ന് ഇവരെ കുട്ടികൾ അന്വേഷിച്ച് പോകത്തില്ലേ മാരിയോ? ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ പഠിപ്പിക്കേണ്ടത്? ഇനി അതുകൂടാതെ ആയിഷ പറയുന്നു, തങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ തിരുമേനിക്ക് അർപ്പിച്ച സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനരോഷം തലയുയർത്തി വരാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കും, ഒരു സ്ത്രീ സ്വശരീരത്തെ ദാനം ചെയ്യുമോ? അവസാനം അള്ളാഹു മേൽ പറഞ്ഞ ഖുറാൻ വാക്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളുടെ മേൽ കുറ്റമൊന്നുമില്ല. അങ്ങയുടെ എന്നുവെച്ചാൽ തിരുമേനിയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല മാരിയോ? ഈ സ്വന്തം ശരീരത്തെ മുഹമ്മദിന് അർപ്പിക്കാൻ വരുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനരോഷം തലയുയർത്തി വരുന്ന ഒരു 6 വയസ്സുകാരി കൊച്ച്, വിശുദ്ധ വിവാഹം എന്ന ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു ഭാര്യമാർ ഇത് അംഗീകരിക്കുമോ? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞു തന്ന 3 കാര്യങ്ങളിൽ രണ്ടാമത്തെ വലിയ കാര്യമായിട്ട് താങ്കൾ പറയുന്നത്? വിവാഹം കഴിക്കാത്തവർക്ക് സെക്സ് ഇഷ്ടം പോലെ കിട്ടും, സുരക്ഷ കാണില്ലെന്ന് പറയുമ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമിലുണ്ട്. മുത്താക്കല്യാണം എന്നൊക്കെ പറയും, അതറിയാമോ? ആ മുത്താക്കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇസ്ലാമിൽ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നബി പറഞ്ഞു, ആരെങ്കിലും ഒരു സത്യവിശ്വാസിനിയുമായി മുത്ത നടത്തിയാൽ 70 തവണ കാബ സന്ദർശിച്ചവനെ പോലെയാണ്. ഇമാം അസ്വാദിക്കിൽ നിന്ന് സ്വദൂക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്ത എൻ്റെയും എൻ്റെ പിതാക്കളുടെയും ദീനാണ്. അതിനെ നിരാകരിച്ചവൻ നമ്മുടെ ദീനിനെ നിരാകരിച്ച് മറ്റൊരു ദീനിൽ വിശ്വസിച്ചു. കണ്ടോ മാരിയോ? ഇത് എങ്ങനെയാ സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്സ് ആകുന്നത്? മുത്ത സത്യവിശ്വാസിനിയായിട്ട് മുത്ത നടത്തുന്നത് 70 തവണ കാബയെ സന്ദർശിച്ചവനെ പോലെയാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടത്തുന്നത്? താൽക്കാലിക വിവാഹം ഒരു കാലത്ത് ഇസ്ലാമിലുണ്ടായിരുന്നു. ഇപ്പോഴും ഷിയാക്കളുടെ ഇടയിൽ അത് നടക്കുന്നില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫത്തുക്കുൽമുവിനൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്ക്. വിവാഹം എന്ന പന്തിയെപ്പറ്റി 130 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണോ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് താങ്കൾ ഇട്ടു കൊടുക്കുന്നത്? താൽക്കാലിക വിവാഹത്തെ പറ്റി പറയുന്നു. അബു അബ്ദുല്ലാഹിനോട് ചോദിക്കപ്പെട്ടു. ജാബിർ, സലമ എന്നിവർ പറയുന്നു, ഞങ്ങൾ ഒരു സൈന്യത്തിലായിരുന്നപ്പോൾ തിരുമേനി വന്നിട്ട് അരുളി, നിങ്ങൾക്ക് താൽക്കാലിക വിവാഹത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് താൽക്കാലിക വിവാഹമാകാം. അത്വാ നിവേദനം, ജാബിർ ഇബ്നു അബ്ദുള്ള ഉംറ നിർവഹിക്കാനായി വന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ചെന്നു. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിച്ചു. പിന്നെ അവർ താൽക്കാലിക വിവാഹത്തെപ്പറ്റിയും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞങ്ങൾ നബിയുടെ കാലത്തും അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലങ്ങളിലും താൽക്കാലിക വിവാഹം ചെയ്തിട്ടുണ്ട്. ഉംറയ്ക്ക് പോയ ആൾക്കാർ വരെ അവിടെ ചെന്നപ്പോഴത്തേനും ഉള്ള ഇതായിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടാകും. ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. സുഹൃത്തെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിനായിരുന്നു ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതെന്താ അറിയോ? മുഹമ്മദ് രാപ്പകൽ ഒരേ സമയം ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ ലൈംഗിക രോഗം മുഹമ്മദിനും വന്ന് കാണത്തില്ലേ? ഒരേ സമയമേ രാപ്പകലേ. ഇതിങ്ങനെ പറയുന്ന ഖത്താബിൽ നിന്ന് അനസ് ഇബ്നു മാലിക് ഞങ്ങളോട് പറഞ്ഞു, നബി രാപ്പകൽ ഒരേ സമയം ഭാര്യമാരോടെല്ലാം ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഖത്താദ പറയുന്നു, ഞാൻ അനസിനോട് ചോദിച്ചു, അത് നബിക്ക് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, നബിക്ക് 30 പേരുടെ ശക്തി ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഖത്താദയെ ഉദ്ധരിച്ച് സൗദ് പറയുന്നു, 9 ഭാര്യമാർ എന്നാണ് അനസ് അവരോട് പറഞ്ഞത്. അറിയോ, രാപ്പകല് ഒരേ സമയം ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഭാര്യയ്ക്ക് ലൈംഗിക രോഗമുണ്ടെങ്കിൽ അത് മുഹമ്മദിനും വരില്ലേ മാരിയോ? മുഹമ്മദിന് സമർപ്പിച്ച ശരീരദാന സ്ത്രീകളിലും ഈ രോഗം കാണില്ലേ? കാരണം അവർ പലരുമായിട്ടും ബന്ധപ്പെട്ടവരല്ലേ. ശരീരദാനത്തിന് വന്ന സ്ത്രീകൾക്ക് രോഗമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റും? ഇന്നത്തെ പോലെ ഹുദാലാബൊന്നും ഇല്ലല്ലോ മാരിയോ. ഹുദാലാബേ
അതൊന്നും ഇല്ലല്ലോ. ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ ഇതെന്താണ്, എനിക്ക് ഈ രോഗം വന്നതെന്ന് അറിയാൻ, എവിടുന്നാ വന്നതെന്നൊക്കെ അറിയാൻ ഹുദാലാവൊന്നും ഇന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ രോഗങ്ങൾ ഉള്ള ഒരു പഠിപ്പീരാണോ, അല്ലെങ്കിൽ ഇങ്ങനെ രോഗങ്ങൾ പകരുമെന്നുള്ള ഒരു പഠിപ്പീരാണോ മുഹമ്മദ് നടത്തിയത്? കാരണം സ്വന്തം ഭാര്യയായ ആയിഷ, ബീബിയായ ആയിഷ, 6 വയസ്സിൽ നിക്കാഹ് ചെയ്ത ആയിഷ തന്നെ പറയുന്നു, ശരീരദാന സ്ത്രീകളെ പറ്റി പറയുമ്പോൾ അഭിമാനരോഷം. ഇതാണോ ഇസ്ലാം പറഞ്ഞു തന്നത്? ഇതാണോ ഇസ്ലാം പറഞ്ഞു തന്നത്? അല്ലാന്നുണ്ടെങ്കിൽ മാരി പറയും ഇതല്ല ഇസ്ലാം പറഞ്ഞു തന്നത്. ഇസ്ലാം പറഞ്ഞു തന്ന കാര്യം വേറെയാണ്, ഞാൻ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്താണ് വിവാഹത്തെപ്പറ്റി പറഞ്ഞു തന്ന് മാരിയോ പറഞ്ഞുതരും, ഞാൻ റെഡിയാണ്, ഞാനത് കേൾക്കാൻ റെഡിയാണ്. ഇസ്ലാം എന്താണ്, വിവാഹ ജീവിതത്തിൽ ഇസ്ലാം പറയുന്ന മൂല്യത എന്താണെന്ന് ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് മാരിയോ ഒന്ന് പറഞ്ഞേര്. പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ചായിരിക്കണം, അല്ലാതെ ഈ പോകുന്ന വഴിക്കെല്ലാം കടന്നുകൊണ്ട് ഇസ്ലാം അത് പറഞ്ഞു, ഇസ്ലാം ഇത് പറഞ്ഞു, ഇസ്ലാം അത് പറഞ്ഞു, അതല്ല. ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ച് പറയാൻ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആർജം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇനി ഇസ്ലാമിലെ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായിട്ടാണ് കാണുന്നതെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേനും ഒന്ന് നോക്കണം. ഒരു സ്ത്രീയെ എത്രത്തോളം അധപ്പതിച്ചിടിപ്പിക്കുന്നതാണ് ഇസ്ലാം എന്നുള്ളത്. ഫത്തുൽ മുഈൻ്റെ അകത്ത് പേജ് 78 പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ അകത്ത് പേജ് 78 ഇങ്ങനെ പറയാം. ശൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു നായയോ പന്നിയോ മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുകയും അതിന് ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസ്സായിരിക്കും. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ അവൻ ബാധ്യസ്ഥനുമാണ്. അനിവാര്യത പരിഗണിച്ച് മാപ്പ് നൽകപ്പെടുന്നതിനാൽ ആവശ്യമായി വരുമ്പോൾ അവനെ സ്പർശിക്കാവുന്നതാണ്. ജമാത്തിനും മറ്റുമായി നനവില്ലാതെ അവന് പള്ളിയിൽ പ്രവേശിക്കാം. നിസ്കാരത്തിന് ഇമാമാകുകയും ചെയ്യാം. കാരണം അവൻ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടവനല്ല. അറിയോ, ഇതാണ് ഇസ്ലാം മതം പറഞ്ഞു തന്നത്. ഈ പറഞ്ഞു തന്നതാണ് നമ്മൾ പാലിക്കേണ്ടതെന്നാണോ ആ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുന്നവരോടെല്ലാം പറയുന്നത്, അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരോടെല്ലാം പറയുന്നത്? ശരിയാണോ? ഒരു സ്ത്രീയെ ഏറ്റവും മോശമാക്കിയിരിക്കുകയല്ലേ ഈ ഒരു അവരുടെ കർമ്മശാസ്ത്ര പുസ്തകം വെച്ച്. ഏറ്റവും വിശുദ്ധമായ വിവാഹം എന്ന ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ. എന്തൊക്കെയാണ് ഫത്തുൽ മുഈൻ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, ഹിന്ദുവിന് വേണ്ടിയല്ല, ജൂതന് വേണ്ടിയല്ല, മറ്റുള്ള പാഴ്സികൾക്കൊന്നും വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇന്ന രീതിയിൽ പ്രാപിക്കുകയും ചെയ്ത മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിക്കും പന്നിക്കും എന്തൊക്കെയാണെങ്കിലും എങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഇവർ സഹകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ആ സഹകരണം ഈ സ്ത്രീകളെ എത്രത്തോളം മോശമാക്കുകയാണോ ചെയ്യുന്നത്? എൻ്റെ സംശയമാണ് കേട്ടോ. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ സന്യാസം ഇല്ല. അതൊരു വലിയൊരു നുണയാണ്. കാരണം സൂഫികൾ മുസ്ലിം അല്ലേ, ഇസ്ലാമല്ലേ അവർ അനുസരിക്കുന്നത്? അവരും മുഹമ്മദിൽ വിശ്വസിക്കുന്നവരല്ലേ, അവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ. ആ സൂഫികൾ മുസ്ലിമാണല്ലോ. അവരിലുണ്ടല്ലോ വിവാഹം കഴിക്കാതെ ഒരുപാട് പേർ. അവർക്ക് സ്വർഗം ലഭിക്കുകയല്ലേ. ഇതെല്ലാം മറച്ചു വെക്കുന്നത് എന്തിനാണ് മാരിയോ? എന്നിട്ട് പറയാണ് സെക്സ് ചെയ്യാതെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന കാര്യം അവിടെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ കന്യാസ്ത്രീമാരെ നിൽക്കുന്നത് പോലില്ല, അച്ഛന്മാർ നിൽക്കുന്ന പോലില്ല. അതുകൊണ്ട് അവർ സെക്സ് ചെയ്യാതെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുക എന്ന കാര്യമൊന്നും അവിടെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം അവർക്കില്ല, സെക്സ് ചെയ്തെങ്കിൽ മാത്രമേ. അപ്പോൾ മാരിയോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീമാരും അച്ഛന്മാരും അവരെടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, സന്യാസം, അനുസരണം, ബ്രഹ്മചര്യം, ഇതിനെയൊക്കെ താങ്കൾ ആക്ഷേപിക്കുകയാണോ ചെയ്തത്? ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവജനത്തിൽ നിന്നും ദൈവത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുന്ന പുരോഹിതര്. മനസ്സിലായോ? ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട് അവർ സന്യാസം, അനുസരണം, ബ്രഹ്മചര്യം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി, നിങ്ങളുടെ വിശ്വാസമാണ് പറയുന്നത്, എൻ്റെ വിശ്വാസമൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസമാണ് പറയുന്നത്, തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുന്ന പുരോഹിതന്മാരെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട് തിരുസഭയുടെ നാമത്തിൽ ദൈവജനത്തിന് സവിശേഷമാംവിധ ശുശ്രൂഷ ചെയ്യാൻ ആത്മാവിൻ്റെ മുദ്ര അവർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ അഭിഷേകം സ്വീകരിച്ചവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിന് പകരക്കാരനാകാൻ ക്രിസ്തുനാഥൻ വിളിക്കപ്പെട്ടവരാണ് ഈ പട്ടത്തിൽ ലഭിച്ചവരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. തിരുപ്പട്ടം എന്ന കൂദാശ വഴി
വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി തീരുന്നു എന്നൊക്കെയാണല്ലോ കത്തോലിക്ക സഭയുടെ പഠിപ്പീരും നിങ്ങളുടെ വിശ്വാസവും. ലേഖനത്തിലെ വാക്യം എടുത്തു വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൽ ഞാൻ മാരിയോട് ചോദിക്കുകയാണ്, മാരിയോ, താങ്കൾ അന്നേരപ്പോൾ ഇങ്ങനെ ബ്രഹ്മചര്യം, സന്യാസം, അനുസരണം ഇതൊക്കെ സ്വീകരിച്ച് വന്നവർ സെക്സ് ചെയ്യാതെ ജീവിക്കുന്നു എന്നുള്ളത് താങ്കൾ അവരെ ഇരുത്തിക്കൊണ്ട് മോശമാക്കുകയാണ്. ഇനി അതല്ല, കത്തോലിക്ക സഭ വിശ്വാസികളോ ഏതെങ്കിലും കെൽപ്പുള്ള ഒരു കത്തോലിക്കൻ ഏതെങ്കിലും കെൽപ്പുള്ള ഒരു കത്തോലിക്കൻ ആ ഭാഗത്തിനൊരു മറുപടി കൊടുക്കണേ. ഏത് ഭാഗമാണെന്നറിയോ? അത് ഈ ഭാഗം. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവന് കാഫിറാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ഇസ്ലാമില് ആരില്ല വിവാഹം കഴിക്കാത്തവരില്ല, എല്ലാവരും വിവാഹിതരാണ്. ഇനി സന്യാസം സ്വീകരിച്ചിരിക്കുന്ന അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒന്നും അവിടെ ഇല്ല. പിന്നെ എന്തിനാണ് കത്തോലിക്ക സഭയിലുള്ള ഇവര് സന്യാസം സ്വീകരിച്ചിരിക്കുകയല്ലേ? അവരെ ഇരുത്തിക്കൊണ്ടാണ് ഈ പറയുന്നത് മാരിയോ. ഇനി ഞാൻ എല്ലാവരോടും കൂടെ പറയാം, ഈ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 23:28 പറയുന്നുണ്ട്, യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയാൻ പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്ന വാക്യമാണല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മരിപ്പു വീടുകളിൽ തന്നെ പോയിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേക്ക് കയറുന്നതിന് മുമ്പ് പറയുന്നത്, യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഉപദേശവുമായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ ധ്യാനത്തിനും മറ്റുള്ളതിനും വിടുമ്പോൾ നിങ്ങൾ കാലങ്ങളോളം ഇരുന്ന് മക്കളെ ഓർത്ത് കരയേണ്ടി വരും. കാരണം അവരുടെ ഉള്ളിലേക്ക് ഇസ്ലാം എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ഹിന്ദുക്കൾ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുത്തു. പുള്ളി അതും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളുടെ വിഷയത്തിൽ കേട്ടോ. ഹിന്ദുക്കൾ ഏതാണ്ടൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നുള്ള, സനാതനികൾ ഏതാണ്ടൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് അതും പറയുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. പിന്നെ പഴയതിനെ പറ്റിയല്ല പറയേണ്ടത്, പഴയതിനെ പറ്റി എവിടെ? കാരണം ഈ ഇദ്ദേഹം ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത്, ശരിയല്ലേ? ആ ഇസ്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലെവിടെയാണ് ശരി മാരിയോ? ഞാൻ ചോദിക്കുക, എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്, ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി വന്നയാളിന് പിന്നെ എവിടെ ഇസ്ലാമിൽ ശരി? ഇദ്ദേഹം അതെന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിൽ ശരിയുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണോ താങ്കൾ ക്രിസ്ത്യാനിറ്റി ആയിട്ട് തികഞ്ഞ കത്തോലിക്കനും തികഞ്ഞ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ഇസ്ലാമിൽ ശരിയുണ്ടെന്ന് പഠിപ്പിക്കാനാണോ? ഇസ്ലാമിൽ എവിടെയാണ് വിവാഹ ജീവിതത്തിൽ ഒരു ശരിയുള്ളത്? താങ്കൾ ഈ പറഞ്ഞ 3 കാര്യത്തെ താങ്കൾക്കൊരു കാര്യം ചെയ്യാവോ, ഒന്ന് വിശദീകരിക്കാവോ? ഇതെവിടെയാണ്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഈ വിവാഹം അല്ലെങ്കിൽ സുരക്ഷിതമായ സെക്സ് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന കുട്ടികൾ, അതിനെപ്പറ്റി ഇൻഷാ മാസിക അടുത്ത എപ്പിസോഡിൽ മറുപടി തരാം, കുട്ടികൾ ഉണ്ടാകുന്നതിനെ പറ്റി. അപ്പോൾ ഈ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യും, എൻ്റെ വൈഫിനെ അന്വേഷിച്ച് പോയില്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്തില്ലേ, താങ്കൾ പ്രമാണ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇസ്ലാം കാണിച്ചു തന്നിരിക്കുന്ന വിവാഹ മൂല്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്, നമുക്കത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്കൾ ഇനിയും ക്രിസ്ത്യാനിറ്റി തികഞ്ഞ കത്തോലിക്കനാണ്, ഫേസ്ബുക്കിലൊക്കെ കിടന്നുകൊണ്ട് ഈ ടോം എന്നൊക്കെ പറയുന്നവനൊക്കെ ഈ പേര് മാറ്റി പല ഐഡികളുമായിട്ടൊക്കെ വന്നിട്ട് കിടന്നുണ്ട്, അവിടെ കിടന്നിട്ട് കരയുന്നുണ്ട്. നിന്നോടൊക്കെ പറയാണ് ഇദ്ദേഹം ഒരു തികഞ്ഞ കത്തോലിക്കനാണെന്ന് തനിക്കും നിനക്കും ബോധ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൊണ്ടുപോവാ. പിന്നെ ഒരു കാര്യം, ഈ ഉള്ള കാര്യം പറയുമ്പോഴത്തേനും ഉടനെ യൂട്യൂബ് വരുമാനത്തിനൊക്കെ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വരുമ്പോഴത്തേനും, ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങി ഈ അടുത്ത കാലത്താണ്. നിങ്ങളുടെയൊക്കെ സഭയിലുള്ളവർ എത്രയോ കാലത്തിന് മുമ്പേ യൂട്യൂബ് തുടങ്ങി വരുമാനം മേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? അതെന്തേ? ഞങ്ങൾ ഇടുമ്പോഴത്തേനും ബെർമൂട, നിങ്ങൾ ഇടുമ്പോഴത്തേനും വള്ളിക്കടസം വാങ്ങുന്നു. അതെന്താ അങ്ങനെ?
ഇത് മുസ്ലിങ്ങളുടെ ഒരു പരിപാടി. കറക്റ്റ് മുസ്ലിങ്ങളുടെ സ്വഭാവമല്ലേ നീയൊക്കെ കാണിക്കുന്നത്? ഇവിടെ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ യൂട്യൂബ് തുടങ്ങിയ മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് ഈ മുസ്ലിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് നീയൊക്കെ യൂട്യൂബിലൂടെ വരുമാനം. ഇത് ഇവൻ്റെയൊക്കെ ആശാമാർ ഇതേ കണക്ക് തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ക്ലബ് ഹൗസിലും മറ്റുള്ള സ്ഥലത്തും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മുസ്ലിങ്ങൾ വന്നിട്ട് പറയും നിന്റെ ഭാര്യ അങ്ങനെ അല്ലാടാ, നിന്റെ മക്കൾ ഇങ്ങനെ അല്ലാടാ. ഇതേ കാര്യം തന്നെയല്ലേ മാര്യം ഇപ്പോൾ താങ്കൾ ചെയ്ത് എൻ്റെ ഭാര്യനെ ഗൂഗിളിൽ അന്വേഷിച്ചു പോകുന്നത്. ആദ്യമേ തന്ന ഉപദേശം ഒന്നുകൂടെ തരികയാണ്, ഗൂഗിളിലല്ല ഒരാളുടെ ഭാര്യ അന്വേഷിക്കണം, അയാളിനോട് ചോദിക്കണം താങ്കൾക്ക് ഭാര്യയും കുടുംബം ഉണ്ടോ എന്നല്ല ഗൂഗിളിൽ പോയി അന്വേഷിക്കല്ല വേണ്ടത് കേട്ടോ. പിന്നെ മക്കളെ ഓർത്ത് കരയാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. ഇതുപോലുള്ള ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ധ്യാനഗുരുവിൽ നിന്ന് ഇത്തരം ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കളെ നിങ്ങളിരുന്ന് കരയേണ്ടി വരും. എൻ്റെ മകൻ ഇങ്ങനായി, എൻ്റെ മകൾ ഇങ്ങനായി, അതെങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ അതിന് ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ ഉപദേശം കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നവർക്ക് ഇസ്ലാമിനെ പറ്റി ശരിക്കും അറിയാവുന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ടാണ് നമ്മുടെ മക്കളെ എന്ത് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ ധ്യാനത്തിന് വേണ്ടി വിടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മക്കളെ ഓർത്ത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയേണ്ട കാലങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധി ഉപദേശിച്ച് തലയ്ക്കകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് അവരുടെ ഉള്ളിൽ ഈ ഇസ്ലാം ഏതാണ്ട് വലിയ സംഭവമാണ്, സനാതനം ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം പറയുന്നു ഇത്രേ ഉള്ളൂ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ് മക്കൾ വഴിതെറ്റി പോകുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് അവരെ സത്യമായ വഴിയിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പിൻപറ്റുന്ന സത്യമായ വഴിയിലൂടെ അവരെ നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ ഇവർ ലോകത്തിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയെന്നോർത്ത് കരയേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ജീവനുള്ള ദൈവമായ ക്രിസ്തുവിൻ്റെ ദൈവികതയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ മക്കളോട് കുടുംബങ്ങളിൽ പറഞ്ഞു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഏതാണ്ട് വലുതാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ധ്യാനത്തിന് വിട്ടതിന് ശേഷം തിരിച്ച് മക്കൾ വന്ന് പല ചോദ്യങ്ങളും ചോദിച്ച് വീട്ടുകാരെ കുഴപ്പിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികൾ അവരോട് പോയി ചോദിക്കുമ്പോൾ അവിടെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓർത്ത് വായും തുറന്നിരിക്കുന്നവൻ്റെ ഉള്ളിലൂടെ അവൻ വിഴുങ്ങിക്കൊണ്ട് പോയി കഴിയുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴേ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം ഇത്തരം കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഇതിനായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഈ ഉപദേശം വേണ്ട. ഞങ്ങൾക്ക് ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഞങ്ങളുടെ മക്കളുടെ കുടുംബ ജീവിതത്തെപ്പറ്റി, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെപ്പറ്റി ഞങ്ങൾക്ക് പറയുന്ന നല്ല ഉപദേശമുണ്ട്. എത്രയോ ധ്യാന ഗുരുക്കന്മാർ ഇതിനേക്കാളും നല്ലതുണ്ട്. ആൻ്റണി തറക്കടവിലച്ഛനൊക്കെ എത്രയോ നല്ല രീതിയിൽ സംസാരിക്കുന്നു, എത്രയോ നല്ല രീതിയിൽ ആത്മീക കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രബോധിപ്പിച്ചു തരുന്നു. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവനുള്ള ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാരിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം താങ്കളെ സഹായിക്കും. താങ്കൾക്കും വെളിച്ചമുണ്ടാകട്ടെ, ബുദ്ധി ഉണ്ടാകട്ടെ. മറ്റുള്ളവരിലേക്ക് ഇരുട്ടിൻ്റെ കാര്യമല്ല, വെളിച്ചത്തിൻ്റെ കാര്യം, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വെളിച്ചമായ ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരിലേക്ക് താങ്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് ജ്ഞാനം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.